ഓം ശാന്തി. 6/9/2024 ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിന്റ്സ്. മധുരമായ കുട്ടികളെ, നിങ്ങളുടെ ഈ പഠിത്തം വരുമാന മാർഗമാണ്. ഈ പഠിത്തത്തിലൂടെ 21 ജന്മങ്ങളിലേക്കുള്ള സമ്പാദ്യത്തിൻ്റെ തയ്യാറെടുപ്പാകുന്നു. സ്വയം ഭഗവാൻ പഠിപ്പിക്കുന്ന ഈ പഠിത്തം വരുമാന മാർഗമാണ്. ഇതിൻ്റെ വരുമാനം അല്ലെങ്കിൽ പ്രതിഫലം എന്നത് വളരെ വളരെ ഉയർന്നതാണ്. സാധാരണ പഠിത്തം പഠിക്കുമ്പോൾ ഉയർന്ന ഒരു പദവി ലഭിക്കുന്നു. എന്നാൽ അത് ഈ ഒരൊറ്റ ജന്മത്തേക്ക് മാത്രമാണ്. എന്നാൽ ഈ പഠിത്തം വരാൻ പോകുന്ന 21 ജന്മം, പ്രത്യേകിച്ചും എന്നാൽ പൊതുവെ 84 ജന്മത്തേക്കും ഉപകരിക്കുന്നതാണ്. ചെറിയ രീതിയിലുള്ള ഉപകാരമല്ല, പ്രതിഫലമല്ല, വളരെ ഉയർന്ന രീതിയിലുള്ള പ്രതിഫലമാണ്. കാരണം ഈ പഠിത്തം സ്വയം ഭഗവാൻ പഠിപ്പിക്കുന്നതാണ്. രണ്ടാമത്തേത്, ഇത് പുരുഷോത്തമ സംഗമയുഗത്തിലുള്ള പഠിത്തമാണ്. പുരുഷോത്തമ സംഗമയുഗം എന്നാൽ കൽപ്പത്തിൻ്റെ അവസാനവും അടുത്ത കൽപ്പത്തിൻ്റെ തുടക്കത്തിൻ്റെയും സംഗമ സമയമാണ്. അതിനാൽ ബാബ പറയുന്നു, ഈ പഠിത്തം ഏറ്റവും ഉയർന്ന പഠിത്തമാണ്. ഈ പഠിത്തത്തിലൂടെ ലഭിക്കുന്ന പ്രതിഫലം അല്ലെങ്കിൽ ആദായം എന്നത് വരാൻ പോകുന്ന മുഴുവൻ കൽപ്പത്തിലും ലഭിക്കുന്നതാണ്. ചോദ്യം: മുക്തിധാമത്തിലേക്ക് പോകുക എന്നത് സമ്പാദ്യമാണോ അതോ നഷ്ടമാണോ? ഉത്തരം: ഭക്തർക്കായി ഇതും സമ്പാദ്യമാണ്. എന്തുകൊണ്ടെന്നാൽ പകുതി കൽപ്പമായി ശാന്തി ശാന്തി എന്ന് യാചിച്ചുകൊണ്ട് വന്നതാണ്. വളരെ പരിശ്രമത്തിന് ശേഷവും ശാന്തി ലഭിച്ചിട്ടില്ല. ഇപ്പോൾ ബാബയിലൂടെ ശാന്തി ലഭിക്കുന്നു. അർത്ഥം മുക്തിധാമത്തിലേക്ക് പോകുന്നു. അപ്പോൾ ഇതും പകുതി കൽപ്പത്തിൻ്റെ പരിശ്രമത്തിൻ്റെ ഫലമായി. ഇതിനാൽ ഇതിനെ സമ്പാദ്യമെന്ന് പറയും, നഷ്ടമല്ല. നിങ്ങൾ കുട്ടികളാണെങ്കിൽ ജീവൻ മുക്തിയിലേക്ക് പോകുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നു. നിങ്ങളുടെ ബുദ്ധിയിൽ ഇപ്പോൾ മുഴുവൻ ലോകത്തിൻ്റെയും ഹിസ്റ്ററിയും ജോഗ്രഫിയും നൃത്തം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പരംധാമത്തിലേക്ക് പോയി അവിടെ ഇരിക്കുക എന്നത് ഒരു നല്ല കാര്യമാണോ അതോ അത് നഷ്ടത്തിൻ്റെ കാര്യമാണോ? ബാബ പറയുന്നു, മുഴുവൻ ലോകത്തിലുള്ള ആത്മാക്കൾക്കും അതൊരു ലാഭം തന്നെയാണ്, സമ്പാദ്യം തന്നെയാണ്. കാരണം എപ്പോൾ മുതൽ അവർ വരുന്നുവോ 1-2 ജന്മങ്ങൾക്ക് ശേഷം മുതൽ ദുഃഖം അനുഭവിക്കുന്നത് കാരണം അവർ ശാന്തി ശാന്തി എന്ന് പറഞ്ഞാണ് വന്നത്. അവർക്ക് പകുതി കൽപ്പത്തിൽ കൂടുതൽ അവിടെ ഇരിക്കാനുള്ള അവസരം ലഭിക്കുന്നു. ഇതിനാൽ ഇതിനെ സമ്പാദ്യമെന്ന് പറയാം, ലാഭം എന്നല്ല. എന്നാൽ നമ്മൾ കുട്ടികളുടെ കാര്യം വ്യത്യസ്തമാണ്. നമ്മൾ പ്രത്യേകിച്ചും ജീവൻ മുക്തിയിലേക്ക് വരുന്നതിന് പരിശ്രമിക്കുന്നവരാണ്, പുരുഷാർത്ഥം ചെയ്യുന്നവരാണ്. നമ്മൾ വീട്ടിലേക്ക് പോയി ഉടൻ തന്നെ ജീവൻ മുക്തിയിലേക്ക് വരുന്നു. അതിനാൽ നമ്മൾക്ക് ജീവൻ മുക്തിയിലേക്ക് വരിക എന്നതാണ് സമ്പാദ്യം. നമ്മൾ കുട്ടികളുടെ ബുദ്ധിയിൽ ഈ സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തിൻ്റെ ജ്ഞാനമുണ്ട്. ഈ ലോകത്തിൻ്റെ ചരിത്രം എന്താണ്, ഭൂമിശാസ്ത്രം എന്താണ് എന്നത് നമ്മൾ കുട്ടികൾക്ക് വളരെ വ്യക്തമായി അറിയാം. അതിനാൽ നമ്മൾ കുട്ടികൾക്ക് സമ്പാദ്യം എന്നത് ജീവൻ മുക്തിയിലേക്ക് പോകുക എന്നതാണ്. എന്നാൽ ലോകത്തിലുള്ളവർക്ക് പരംധാമത്തിലേക്ക് പോകുക എന്നതാണ് ലാഭം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ഈ പതിത മോശമായ ലോകത്തിനോട് പരിധിയില്ലാത്ത വിരക്തി വെച്ച് ആത്മാവിനെ പാവനമാക്കുന്നതിനുള്ള പൂർണ്ണ പുരുഷാർത്ഥം ചെയ്യണം. ഒരു ബാബയിൽ തന്നെ ആകർഷിതരായിരിക്കണം. 2. ജ്ഞാനധാരണയിലൂടെ തൻ്റെ ബാറ്ററി നിറയ്ക്കണം. ജ്ഞാനരത്നങ്ങൾ കൊണ്ട് സ്വയം ധനവാനാക്കിയെടുക്കണം.
ഇപ്പോൾ സമ്പാദ്യത്തിന്റെ സമയമാണ്. അതിനാൽ നഷ്ടത്തിൽ നിന്ന് മാറിയിരിക്കണം. ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുന്നു, ഈ പതീതമായ മോശമായ ലോകത്തിനോട് നമുക്ക് വിരക്തി ഉണ്ടായിരിക്കണം. വിരക്തി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് പവിത്രമാകാൻ സാധിക്കുള്ളൂ. പവിത്രമായാൽ മാത്രമേ സത്യയുഗത്തിലേക്ക് പോകാൻ സാധിക്കുള്ളൂ. ഈ പഴയ ലോകം നശിക്കാൻ പോവുകയാണ്. അതിനാൽ സത്യയുഗത്തിലേക്ക് പോകുന്നതിനുള്ള പൂർണ്ണ പുരുഷാർത്ഥം ചെയ്യണം. എന്നാൽ കത്തിത്തീരാൻ പോകുന്ന തീ ആളിക്കത്തും എന്ന് പറയുന്നത് പോലെ പഴയ ലോകം നശിക്കാൻ പോവുകയാണ്. എന്നാൽ നശിക്കുന്നതിന് മുൻപ് പലതരത്തിലുള്ള ആർഭാടവും തിളക്കവും ഒക്കെ കാട്ടിയെന്നിരിക്കും. ഒന്നിലും ആകർഷിതരാകരുത്. ഒരു ബാബയിൽ തന്നെ ആകർഷിതരായിരിക്കണം. രണ്ടാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, ഈ ജ്ഞാനം തന്നെയാണ് നമ്മുടെ ബാറ്ററി ചാർജ് ചെയ്യാനുള്ള മാർഗം. ഒപ്പം ധനവാനാകുന്നതിനുള്ള മാർഗവും ജ്ഞാനരത്നങ്ങൾ തന്നെയാണ്. അതിനാൽ ഈ സമയം ജ്ഞാനരത്നങ്ങൾ ധാരണ ചെയ്യുന്നതിൽ ശ്രദ്ധ കൊടുക്കണം. ജ്ഞാനം ജീവിതത്തിൽ ധാരണ ചെയ്യണം. ഇത് സമ്പാദിക്കാനുള്ള സമയമാണ്. ഇതൊരിക്കലും നഷ്ടത്തിൽ പെട്ടുപോകരുത്. വരദാനം: ജ്ഞാനരത്നങ്ങളെ ധാരണ ചെയ്ത് വ്യർത്ഥത്തെ സമാപ്തമാക്കുന്ന ഹോളി ഹംസമായി ഭവിക്കട്ടെ. ഹോളി ഹംസത്തിന് 2 വിശേഷതകളാണ്. ഒന്നാണ് ജ്ഞാനരത്നം ഗ്രഹിക്കുക. രണ്ടാമത്തേത് നിർണയശക്തിയിലൂടെ പാലും വെള്ളവും വേർതിരിച്ചെടുക്കുക. പാലിൻ്റെയും വെള്ളത്തിൻ്റെയും അർത്ഥമാണ് സമർത്ഥവും വ്യർത്ഥവും നിർണയിക്കുക. വ്യർത്ഥത്തെ വെള്ളത്തിന് സമാനമെന്ന് പറയുന്നു, സമർത്ഥത്തെ പാലിന് സമാനമെന്നും. അപ്പോൾ വ്യർത്ഥം സമാപ്തമാക്കുക, അർത്ഥം ഹോളി ഹംസമാകുക. ഓരോ സമയവും ബുദ്ധിയിൽ ജ്ഞാനരത്നങ്ങൾ ഉണ്ടായിരിക്കണം. മനനം നടന്നുകൊണ്ടിരിക്കണം. എങ്കിൽ രത്നങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കും. ഹോളി ഹംസത്തിന് 2 വിശേഷതകളുണ്ട്. ഒന്ന് ജ്ഞാനരത്നം ഗ്രഹിച്ചുകൊണ്ടിരിക്കും. രണ്ടാമത്തേത് നിർണയശക്തിയിലൂടെ ശരിയേത് തെറ്റേത്, സമർത്ഥമായതേത് വ്യർത്ഥമായതേത് എന്നത് നിർണയിച്ചെടുക്കും. ഇങ്ങനെ നിർണയിക്കുമ്പോഴാണ് വ്യർത്ഥം സമാപ്തമാകുന്നത്. വ്യർത്ഥം സമാപ്തമാകുമ്പോൾ ഹോളി ഹംസമായി തീരുന്നു. എല്ലായ്പ്പോഴും ബുദ്ധിയിൽ ജ്ഞാനമനനം നടന്നുകൊണ്ടിരിക്കണം. എങ്കിൽ ബുദ്ധി രത്നങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കും. സ്ലോഗൻ: സദാ തൻ്റെ ശ്രേഷ്ഠ പൊസിഷനിൽ സ്ഥിതി ചെയ്ത് ഒപ്പോസിഷനെ സമാപ്തമാക്കുന്നവരെയാണ് വിജയി ആത്മാവ് എന്ന് പറയുന്നത്. ആരാണോ തൻ്റെ യഥാർത്ഥ സ്ഥിതിയിലിരിക്കുന്നത്, അതായത് ശ്രേഷ്ഠമായ സ്വമാനത്തിലിരിക്കുന്നത്, അവർക്ക് ഏത് തടസ്സത്തെയും സമാപ്തമാക്കാൻ സാധിക്കും. അത് സ്വന്തം മനസ്സിൽ നിന്നുള്ള തടസ്സമായാലും മറ്റുള്ളവരിൽ നിന്നുള്ള തടസ്സമായാലും പ്രകൃതിയിൽ നിന്ന് മായയിൽ നിന്നുള്ള തടസ്സമായാലും അവയെ സമാപ്തമാക്കാൻ സാധിക്കും. അങ്ങനെയുള്ളവരെ വിജയി ആത്മാവ് എന്ന് പറയുന്നു. ഓം ശാന്തി.